ഇസ്രായേലിലേക്ക് ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ഇറാനിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ രാജ്യത്തേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. അവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയാണ്. അർമേനിയ വഴി ഒരുപക്ഷെ തിരികെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഒപ്പം തന്നെ ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ 18-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. PJ അരുൺ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അരുൺ, എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇറാനിൽ നിന്ന് മാറ്റുന്നു എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അത് എങ്ങനെയാണ് ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്? ഒപ്പം ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം എന്താണ്? മനു, ഈ 2 ദിവസങ്ങളിലായി പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇറാനും ഇസ്രായേലുമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിന് അയവില്ല. ഇപ്പോൾ ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന വിവരമനുസരിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 223 പേർ മരിച്ചവരായി ഇറാൻ ഭരണകൂടം പ്രതികരിച്ചിരിക്കുന്നു. എന്തായാലും ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മനു, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മനു നേരത്തെ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേൽ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നേരത്തെ ഇസ്രായേലിൻ്റെ ശത്രുരാജ്യങ്ങളായിരിക്കുന്ന ചില താരതമ്യേന ശക്തി കുറവുള്ള കുറേ രാജ്യങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഇറാൻ കൃത്യമായുള്ള ഒരു മറുപടി തന്നെയാണ് ഇക്കാര്യത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇറാനും അതേ രീതിയിൽ വ്യോമാക്രമണം നടത്തുന്നുണ്ട്. മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിൽ ഇസ്രായേലിൻ്റെ പല മേഖലകളിലും തന്ത്രപ്രധാനമായ മേഖലകളിൽ എണ്ണ ശുദ്ധീകരണശാലകൾ, അവരുടെ ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ, ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുള്ള സൈനിക മേഖലകൾ, ഇവിടെയെല്ലാം കൃത്യമായ ഒരു വ്യോമാക്രമണം നടത്താൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായി ഇരുഭാഗത്തും നഷ്ടം സംഭവിക്കുന്നത് സാധാരണക്കാർക്ക് തന്നെയാണ്. ഇറാനിൽ ഇപ്പോൾ ഒരു 223 പേർ ഈ ഒരു ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിൽ അത്രയേറെ മരണസംഖ്യ ഉയർന്നിട്ടില്ലെങ്കിലും 50-ലേറെ പേർ ഇസ്രായേലിൻ്റെ പല പ്രദേശങ്ങളിലായി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമെന്ന് പറയുന്നത്, ഇതിൽ ലോക പോലീസ് കളിച്ചുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനുമായി ഒരു സമാധാന കരാറിൽ ഏർപ്പെടാനെല്ലാം താൻ മുൻകൈ എടുത്തു. അതുപോലെ ഒരു കരാറിലേക്ക് ഇസ്രായേലും ഇറാനും വരുമെന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി, ഒരു പ്രതികരണമാണ് അവിടെ ഒരു ലോക പോലീസ് കളിച്ചുകൊണ്ട് ട്രംപ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു ഇതിൽ ഒരു കൃത്യമായ ഒരു വിശദീകരണം ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി ഒരു 11 മണിയോടുകൂടി മാധ്യമങ്ങളിലൂടെ നൽകിയിട്ടുണ്ട്. അത് കൃത്യമായ ഒരു തിരിച്ചടി ഇതിൽ നൽകും. ഇറാനും ഈ ഒരു തിരിച്ചടി അത് വളരെ ആശങ്ക ഉയർത്തുന്ന ഭാഗം തന്നെയാണ്. അരുൺ, പശ്ചിമേഷ്യ യുദ്ധമുനമ്പിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായും ലോകക്രമത്തിൽ ഒരു യുദ്ധമുണ്ടാവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. സംഘർഷം രൂക്ഷമാകുന്നു. വിവരങ്ങളാണ് അരുൺ നൽകിയത്.